ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബഗാസുരനെ നിർത്തിപ്പൊരിക്കാണ് കിരണും കല്യാണിയും കൂടി. എടോ, താൻ 15 ലക്ഷം രൂപ ഓഫർ ചെയ്തപ്പോഴത്തേക്കിനും ഞാനുണ്ടല്ലോ അവർക്ക് 25 ലക്ഷം നൽകാന്നാ പറഞ്ഞത്. തനിക്ക് വല്ലതും അറിയോ? അവര് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല അടുപ്പമാണ്. എന്തായാലും തൻ്റെ മകള് ഇപ്പം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്. തന്നെ പോലെ തന്നെ ദുഷ്ടത പിടിച്ചവളാണ് സരയു എന്നുള്ള കാര്യം കൂടി നമ്മുടെ കിരൺ ഇങ്ങനെ ബഗാസുരന്റെ മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ പുള്ളിക്കാരനാണെങ്കിലോ വല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവൻ എന്തൊക്കെ പറഞ്ഞു വന്നാലും അവസാനം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ എൻ്റെ പെങ്ങളിലൂടെ ഞാൻ നേടിയെടുക്കും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കല്യാണി ഒട്ടും വിട്ടുകൊടുക്കാൻ നിന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിനോട്, അതും തൻ്റെ സ്വന്തം പേരക്കുട്ടിയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവളും അവളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ബഗാസുരൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കിരണാണെങ്കിൽ ഇത്രയും കാലവും അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് രൂപ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ താൻ എന്തൊക്കെയാണ് മനസ്സിൽ കണ്ടിട്ടാണ് ഇപ്പം ഈ കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഇട്ടതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കതൊന്നും അറിയത്തില്ല എന്ന് താൻ വിചാരിക്കണ്ടടോ. എന്നെയും എൻ്റെ കല്യാണിയും തമ്മിൽ തെറ്റിച്ചിട്ട് തനിക്ക് ആ സ്ഥാനത്ത് സരയുനെ പ്രതിഷ്ഠിക്കണം അല്ലേ? എന്തായാലും നടന്ന കാര്യം തന്നെയാണ്. തന്നെ പോലെ തന്നെ അത്രയും ദുഷ്ടതയുള്ള ഒരുത്തിയാണ് സരയു. അവളിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് കൂടി നമ്മുടെ കിരൺ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ രാഹുൽ അവിടെ തീർന്നു നിൽക്കുകയാണ്. രാഹുലിന് ഇതൊക്കെ കേട്ടിട്ട് ഇവനോട് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. തൻ്റെ മകളുടെ ജീവിതവും ആ ഒരു കാര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ ആൾക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടന്നു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹരൻ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ കൺമണിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഓടിപ്പാഞ്ഞ് ചെല്ലുകയാണ്. കുഞ്ഞു നല്ല ഉറക്കമാണ് കേട്ടോ. ഈ സമയത്താണെങ്കിലോ സരയു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുക. മനു ആണെങ്കിലോ സരയുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കിപ്പം കുഴപ്പമില്ല മനു ഏട്ടാ. അങ്ങനെ അവള് ആ കുഞ്ഞിനെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. മനു ആണെങ്കിൽ വലിയ താല്പര്യത്തിൽ ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ഡോക്ടർ വന്നു. അതെ, കുഞ്ഞു ആവയാണ്, അതിനധികം ശല്യപ്പെടുത്തണ്ട, കുഞ്ഞു ആവ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുക. ഈ സമയത്ത് ശാരിക്കാണെങ്കിൽ വലിയ സന്തോഷമായി. മോളെ, ഞാൻ വിചാരിച്ചു ഇത് ആൺകുഞ്ഞായിരിക്കുമെന്ന്. എന്തായാലും ആണായാലും പെണ്ണായാലും എൻ്റെ മോളുടെ കുഞ്ഞല്ലേ, എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അല്ലമ്മേ, അച്ഛൻ എവിടെയാണെന്ന് സരയു ചോദിക്കുക. ഈ സമയം ശാരി, മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ കാര്യങ്ങളൊന്നും നിന്നോട് പറയാതിരുന്നത്. നീ ലേബർ റൂമിലായ സമയം തൊട്ടേ നിന്റെ അച്ഛൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുകയാണ്. അയാൾക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എൻ്റെ മനുമോൻ ഉള്ളത് ഭാഗ്യമാണ് മോളെ, നിന്റെ ഭാഗ്യമാണ് ഈ നിൽക്കുന്ന മനോഹരൻ എന്നൊക്കെ പറഞ്ഞ് മനുവിനെ അങ്ങ് വാനോളം പുകഴ്ത്തുകയാണ് ശാരി. എന്തായാലും അധിക താമസമില്ലാതെ മനോഹരൻ്റെ ആ ഒരു കാര്യങ്ങൾ മുഴുവനും ശാരി മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക. നമ്മുടെ സരയുവിന് നല്ല വിഷമമൊക്കെ ആയിട്ടോ. ഇവൾ പ്രസവിച്ച വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് നമ്മുടെ രൂപ എത്തുകയാണ്. രൂപ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രാഹുലിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ പോയിട്ട് രൂപ രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുക. ഏട്ടൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? പിഞ്ചു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ സരയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഡോക്ടറിനോട് പറഞ്ഞു അല്ലേ? ഞാനെല്ലാം അറിഞ്ഞു. ഡോക്ടർ എൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം ഏട്ടൻ മറന്നുപോയോ എന്ന് ചോദിക്കുക. എടി, ഞാൻ അതുകൊണ്ടാണല്ലോ നിന്നോട് നേരത്തെ വന്നിട്ട് ഡോക്ടറിനോട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നീ എന്നെ സഹായിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് ആ മനോഹരൻ ഈ കുഞ്ഞും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് പകരം കിരൺ അവളുടെ ജീവിതത്തിലേക്ക് വരണം. അതുമാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മക്കൾ ഒരുമിക്കണം. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതേടാ ദുഷ്ട, നിന്റെ മകൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ രൂപ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അവൻ എൻ്റെ സേനനേട്ടനെയും കൊല്ലണം, അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ജീവിതവും തൊലയ്ക്കണം. കല്യാണിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ദുഷ്ട ഞാൻ കരുതുന്നത് എന്നൊക്കെ ഇവളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക. നീ എന്താ ആലോചിക്കുന്നത് രൂപേ? ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എടി, ഞാൻ പറയുന്നത് ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് കൊടുത്താലോ? അതിനൊക്കെ സമയമുണ്ട് ഏട്ടാ.
എന്തായാലും ആ കുഞ്ഞിപ്പോ പറഞ്ഞല്ലോ, ഇനി ബാക്കി വരുന്നത് പോലെയൊക്കെ വരട്ടെ, നമ്മളായിട്ട് ഒരിക്കലും ആ കുഞ്ഞിനെ നശിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവള് തൽക്കാലം നമ്മുടെ ബഗാസുരനെ സമാധാനിപ്പിക്കുകയാണ്. ബഗാസുരനാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഈ കൊച്ചിനെയും അതുപോലെ തന്നെ മനുവിനെയും ആട്ടി അകറ്റണം എന്നുള്ള ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി നിൽക്കുകയാണ്. മനോഹരൻ ഇപ്പോൾ കുഞ്ഞ് ജനിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ അധിക കാലം നിൽക്കാനൊന്നും പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പണവും സ്വർണവും ഒക്കെ ആയിട്ട് മുങ്ങണം. അതിന് പറ്റിയ ഒരു അവസരം കാത്തിരിക്കുക. അപ്പൊ കിരണും നമ്മുടെ കല്യാണിയും കൂടി നേരെ ചെല്ലുക മനുവിന്റെ അടുത്തേക്ക്. ഡാ, നീ ഇങ്ങ് വന്നേ, നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ എന്താ കിരൺ സാറേ, സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്നും പറഞ്ഞ് ഭയങ്കര അനുസരണയുള്ള ഒരു കുട്ടി ചെല്ലുന്നത് പോലെ മനു കിരണിന്റെ അടുത്തേക്ക് ചെല്ലുക. ആ, നീ വീണ്ടും വീണ്ടും അച്ഛനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞ ഇത് നിന്റെ എത്രാമത്തെ കുഞ്ഞാണ്? അത് സാറേ, എനിക്കും വലിയ ഓർമ്മയൊന്നും ഇല്ല. പിന്നെ ഞാൻ സാധാരണ കുഞ്ഞ് പറക്കുന്നതിന് മുന്നേ ആ സ്ഥലത്ത് നിന്ന് വിടാറാ പതിവ്. പക്ഷെ ഇവിടെ മാത്രം എൻ്റെ ചില പതിവുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ആ, ഇപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. സത്യം പറയും, നീ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടായിരുന്നോ എന്ന് ചോദിക്കുക കിരൺ. എൻ്റെ പൊന്ന് സാറേ, മനസ്സവാച എനിക്ക് ആ കാര്യത്തിൽ ഒരു പങ്കുമില്ല. എൻ്റെ അമ്മായിയപ്പനുണ്ടല്ലോ, അയാള് ആ ദുഷ്ടന്റെ ചില പരിപാടികളാണ് അതൊക്കെ. അയാള് ഡോക്ടറിനെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ട കാര്യം ഞാൻ കുറച്ചു മുന്നെയാണ് അറിഞ്ഞത്. എന്തായാലും ഒരു കുഞ്ഞിനെ കൊല്ലാൻ അത്ര ദുഷ്ടതരമൊന്നും എനിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സരയുന് ശിക്ഷ കിട്ടണം. സംഭവം ശരി തന്നെയാണ്. പക്ഷേ നിനക്കതിൽ വല്ല പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ, നിന്റെ സകല വില്ലത്തരവും ഇവിടെ വെച്ച് അവസാനിക്കുക എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ കിരൺ മനുവിനെ പേടിപ്പിച്ച് നിർത്തുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.